ദേശീയപാത കോഴിക്കോട് ഒളവണ്ണയിൽ പ്രദേശവാസികൾക്ക് ടോൾ പിരിവിൽ ഇളവ് നൽകുന്ന കാര്യം ഹൈവേ അതോറിറ്റിയുമായി കലക്ടർ സംസാരിക്കും. സർവീസ് റോഡുകൾ അടക്കമുള്ള നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുമെന്നും കലക്ടർ അറിയിച്ചു. ഇതേ തുടർന്ന് ടോൾ പിരിവിനെതിരായ കോൺഗ്രസിന്റെ പ്രതിഷേധം ഒരാഴ്ചത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ നൽകും ദൃശ്യ പുതിയ. ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് താൽക്കാലികമായി സമരം ഈ ടോൾ പ്ലാസയ്ക്ക് നേരെയുള്ള സമരം നിർത്തിവെക്കാനായി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരമായിരുന്നു ഈ കളക്ടറുമായി സമരക്കാർ ചർച്ച നടത്തിയത്. MP രാഘവൻ MP, ഇതുകൂടാതെ ദേശീയപാത അതോറിറ്റി അധികൃതർ, DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ തുടങ്ങി ഈ സമരക്കാരൊക്കെ തന്നെ ചർച്ചയിൽ പങ്കാളികളായിരുന്നു. ഈ കഴിഞ്ഞ 2 ദിവസമായി ഒളവണ്ണ ടോൾ പ്ലാസയ്ക്കെതിരെ സമരം ഈ കോൺഗ്രസ് അടക്കം ശക്തമാക്കിയിരുന്നു. സർവീസ് റോഡിന്റെ പണി പൂർത്തിയാകുന്നതിന് മുൻപ് ടോൾ പിരിവ് തുടങ്ങിയതിനെതിരെ പ്രദേശവാസികളും കോൺഗ്രസും ഒക്കെ തന്നെ കഴിഞ്ഞ 2 ദിവസമായി ടോൾ പ്ലാസയ്ക്ക് മുന്നിൽ കുത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടൊക്കെ തന്നെ ടോൾ പിരിവ് തടസ്സപ്പെടുത്തിക്കൊണ്ടും ഒക്കെ തന്നെ സമരം പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവരെ ഈ സമരക്കാരെ കളക്ടർ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടെ കളക്ടറുടെ ചേംബറിൽ വെച്ചായിരുന്നു ഈ സമരക്കാരുമായി ചർച്ച നടത്തിയത്. ഇതിൽ തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ കളക്ടർ താൽക്കാലികമായി പരിഹരിക്കാമെന്നുള്ളൊരു ഉറപ്പ് നൽകിയതോടെയാണ് തൽക്കാലം കോൺഗ്രസ് സമരത്തിൽ നിന്ന് പിന്മാറുന്നത്. ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ സർവീസ് റോഡിന്റെ പണി പൂർത്തിയാകുന്നത് വരെ പ്രദേശവാസികൾക്ക് സൗജന്യമായി ഇതുവഴി യാത്രാ സൗകര്യം ഒരുക്കുക, ടോൾ പിരിവില്ലാതെ തന്നെ യാത്രാ സൗകര്യം ഒരുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഭാഗത്തുനിന്ന് ഏറ്റവും വലിയൊരു ആവശ്യമായി ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഈ സർവീസ് റോഡിന്റെ പണി പൂർത്തിയാകുന്നതിന് മുൻപ് ഈ ടോൾ പിരിവ് തുടങ്ങിയതിനെതിരെയായിരുന്നു പ്രദേശവാസികളും കോൺഗ്രസും ഒക്കെ തന്നെ സമരമുഖത്ത് നിന്നുകൊണ്ട് സമരത്തിൽ നിന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പിന്മാറിയിരിക്കുന്നത്. ഒപ്പം തന്നെ കാസർഗോഡ് കുമ്പൾ ആരിക്കാടിയിൽ ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റി നടത്തുന്ന സമരം 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തിങ്കളാഴ്ച കളക്ടറേറ്റിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ സംഗമം നടത്താൻ തീരുമാനമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സമരത്തിൽ പങ്കെടുത്ത 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അരിക്കാടി ടോൾ ഗേറ്റിൽ യൂസഫ് ഈടാക്കാൻ ആരംഭിച്ചതോടെയാണ് ഈ പ്രതിഷേധം ശക്തമായിരുന്നത്. പ്രതിഷേധത്തിനിടെ ഉണ്ടായ ആക്രമണത്തിലാണ് ഏതാണ്ട് 10 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് കാണിച്ചുകൊണ്ട് ഈ ടോൾ പ്ലാസ അധികൃതർ പോലീസിൽ പരാതി നൽകി. ആ പരാതിയിലാണ് ഈ 2 പേരെ ഇന്ന് അറസ്റ്റ് ചെയ്തതും. 2 ടോൾ ബൂത്തുകൾക്കിടയിലെ ദൂരപരിധി 60 കിലോമീറ്റർ എന്നതാണ് NHIAയുടെ വ്യവസ്ഥ. എന്നാൽ തലപ്പാടിയിലെ ടോൾ ബൂത്തിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരം മാത്രമാണ് അരിക്കാടിയിലെ ടോൾ ബൂത്തിലേക്കുള്ളത്. അതാണ് പ്രശ്നത്തിന്റെ കാരണം. ദേശീയപാത അതോറിറ്റിയുടെ വ്യവസ്ഥ ലംഘിച്ച് സ്ഥാപിച്ച ഈ അരിക്കാടിയിലെ ടോൾ ബൂത്ത് നിർത്തലാക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. അങ്ങനെ ഈ ടോൾ സമരങ്ങൾ തുടരുകയാണ്. ഡീകോണിന്റെ സമയം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.